ജോയിൻ ചെയ്യുക തിരിച്ചു. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ സ്റ്റെപ്സിന്റെ ബേസിസിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇന്ന് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. ദർ ആർ പേഴ്സൺസ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പേഴ്സൺസ്. അതിനകത്ത് നമ്മൾ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇസ് ഹാവിങ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഡിഫറെന്റ് മാനർ. എന്നുവെച്ചാൽ ഓരോ ആൾക്കാരുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അതിനകത്ത് നമ്മൾ ഇന്ന് ബേസിക്കലി ഈ ഒരു ക്ലാസ് കൊണ്ട് നോക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസ്. സോ ഇൻഡിവിജ്വൽസിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം there are basically റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറ്റസ് ആണ് ഉള്ളത്. രണ്ട് സ്റ്റാറ്റസ് ആണ് ബേസിക്കലി വരാൻ ചാൻസ്. വൺ വിൽ ബി റെസിഡന്റ് ഇൻ എ കൺട്രി, റെസിഡന്റ് ആവാം, അല്ലെങ്കിൽ എന്താവാം നോൺ റെസിഡന്റ് ആവാം. Resident and non-resident. This resident is again classified into ordinarily resident and not ordinarily resident. Ordinarily resident as well as not ordinarily resident. എല്ലാ ആൾക്കാർക്കും ഒന്നും ഈ നോട്ട് ഓർഡിനറി റെസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ റെസിഡന്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ആദ്യമെന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽസിന് ഇങ്ങനെ രണ്ട് സ്റ്റാറ്റസ് ഉണ്ട്. ഓക്കെ, റെസിഡന്റ്, നോൺ റെസിഡന്റ് ആൻഡ് റെസിഡന്റ് ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻടു ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ദിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഈസ് ബേസിക്കലി ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് number of days stayed in the previous year. Number of days stayed in the previous year. As well as the number of days stayed in the preceding previous year. Stayed in the preceding previous year. That is previous year preceding the previous year. But നമ്മുടെ previous year ഏതാ? We are interested to know. our assessment year is എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ. 2020-21 ആണ് നമ്മുടെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1920 ആണ്. ഞാൻ ഈ വൈറ്റ് ബോർഡിൽ എഴുതുന്ന കാര്യം ഐ വോണ്ട് ബി ഏബിൾ ടു ഷെയർ. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുക്കുക എഴുതുന്നുണ്ടെങ്കിൽ. പ്രീവിയസ് ഇയർ എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്താണ്? 1920 ആണ്. അപ്പൊ ഈ 1920 ഒരാൾ എത്ര ദിവസം സ്റ്റേ ചെയ്തു, പിന്നെ ഈ 1920 മുന്നേ ഉള്ള വർഷങ്ങൾ, ഇതിന് മുന്നേ ഉള്ള പ്രിസീഡിങ് പ്രീവിയസ് ഇയറിൽ ഉള്ള സ്റ്റേ, ഈ രണ്ട് ഫാക്ടേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. Clear? But there are some exceptional cases also where it is not counted. അത് ഞാൻ പറയാം. അപ്പോ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് പഠിക്കണമെങ്കിൽ യു നീഡ് ടു നോ two things: basic condition and additional condition. So first we will be discussing on what is basic condition as well as additional condition. ആരെങ്കിലും എഴുതുന്നവരുണ്ടെങ്കിൽ പറയുക, മാറ്റില്ല, അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും പറയാൻ വേണ്ടി. ബേസിക് കണ്ടീഷൻ ഞാൻ ടെക്സ്റ്റിലുള്ള പോലെ അതുപോലെ ഒന്നും അല്ല പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്
ഞാൻ പറയുന്നത്. First condition is he must be in India, that is the person who you are considering. ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? ആ വ്യക്തി. He must be in India. He or she കേട്ടോ. India for at least 182 days in the previous year. 182 days in the previous year. At least ആണ് പറഞ്ഞത്. That is minimum എന്ന് mean. Or ഈ ബേസിക് കണ്ടീഷൻ പഠിക്കുന്നതെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മതി. യു നീഡ് നോട്ട് ടു ബോദർ അബൌട്ട് ദ സെക്കൻഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓർ കീന്ന് തന്നെ യൂസേജ് ഉപയോഗിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ ഒരു കോമൺ യൂസേജ് ഉള്ളതുകൊണ്ട് എന്തേലും എഴുതുമായിരുന്നു. എന്താ ഉദ്ദേശിച്ച് എനിക്ക് മെസ്സേജ് അയച്ച് മനസ്സിലായി. He must be in India for 365 days. He must be in India for 365 days during the 4 years preceding the previous year. അതായത് നമ്മുടെ ഈ വർഷം, ഈ പ്രീവിയസ് ഇയർ എടുത്താൽ അതിന് മുന്നോട്ടുള്ള വർഷങ്ങൾ കൗണ്ട് ചെയ്താൽ, മുന്നോട്ടുള്ള എത്ര വർഷം? 4 വർഷം എടുത്താൽ എത്ര വർഷം ഉണ്ടായിരിക്കണം? ഓൾ ടോട്ടൽ 4 ഇയേഴ്സ് എടുത്താൽ എത്ര വർഷം ഉണ്ടായിരിക്കണം? 365 ഡേയ്സ് ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1920. അപ്പോൾ അതിന് മുന്നേ ഉള്ള 4 വർഷം. അതായത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇത് തന്നെയായിരിക്കും നോക്കേണ്ടത്. പ്രിസീഡിങ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? 18, 19, 17, 18, 16, 17. നമ്മൾ നോക്കേണ്ട 7 വർഷമായിരിക്കും. 2015, 16. ഈ 4 വർഷം എടുത്താൽ അയാൾ ഓൾ ടുഗെദർ ഈ ഓരോ വർഷം അയാൾ ഉണ്ടായിരുന്ന ദിവസം, ഡേയ്സ് ആഡ് ചെയ്യുമ്പോൾ, എല്ലാ ഡേയ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ, ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് മേ ബി ഒരു എക്സാമ്പിൾ ആണ് 65 ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഉണ്ടായിരുന്നത് ഒരു 100 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ വർഷത്തെയും ഡേയ്സ് എടുക്കുമ്പോൾ എത്ര ദിവസം ഉണ്ടായിരിക്കണം? മുഴുവൻ എടുക്കുമ്പോൾ 365 ഡേയ്സ് ഉണ്ടായിരിക്കും. 365 ഡേയ്സ്. ആൻഡ് തീർന്നില്ല കണ്ടീഷൻ. ആൻഡ് ഞാൻ അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്തേക്കുന്നു, കാരണം അത് ഒരുമിച്ച് തന്നെ ആ കണ്ടീഷൻ മീറ്റ് ചെയ്യണം. പാർട്ടായിട്ട് മീറ്റ് ചെയ്താൽ പോരാ. 60 days in the previous year. അതായത് ഈ വർഷം എടുക്കുമ്പോൾ 60 ദിവസം ഉണ്ടാവും. 60 days.
But the 60 days has some exceptions. The 60 days in exception under. One who is a crew in a ship. Crew of an Indian ship. Shipile oru staff employee ആണെങ്കിൽ അവർക്ക് ഈ 60 days applicable അല്ല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ 1920 എന്ത് വേണ്ട, 60 days എന്നുള്ളത് വേണ്ട, 60 days വേണം. കാരണം അവര് ചിലപ്പോ ഒരു വർഷം, നിങ്ങൾക്ക് അറിയാം ഷിപ്പിലെ മോഡ് ഓഫ് എംപ്ലോയ്മെന്റ് ഒക്കെ ഒരു 1 year കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് ഇന്ത്യയിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ ദ കോൺട്രാക്ട് ഓർ ദ എംപ്ലോയ്മെന്റ്, എങ്ങനെയാണ് എംപ്ലോയിഡ് ആയിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. മോസ്റ്റ്ലി 1 year എങ്കിലും മിനിമം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമുക്ക് ഇന്ത്യയിലോട്ട് വരാൻ പറ്റുള്ളൂ ഇഫ് യു ആർ ഗോയിങ് ഔട്ട്സൈഡ് ഇന്ത്യ. അങ്ങനെ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്. പിന്നെ a person who leaves India for the first time or a person who is leaving India for employment purpose. That is അതിനെ ചുരുക്കി പറഞ്ഞാൽ going abroad for the first time and for employment. എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷനും എല്ലാം വരും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി പോകുന്നു. കാരണം അതിന് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? ഫോർ എക്സാമ്പിൾ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് ഇന്ത്യയുടെ പുറത്ത് പോകുന്നവരുണ്ട്. എന്നുവെച്ചാൽ അവിടെ പോയി ജോലി കണ്ടുപിടിച്ച് ജോബ് വിസ എടുക്കും, ഇവിടുന്ന് പോകുമ്പോൾ ജോലി കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ വിസിറ്റിന് പോകുന്ന ആൾക്കാർക്ക് കയറി ടാക്സ് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ പോണത് എംപ്ലോയ്മെന്റിനല്ല, പക്ഷെ എംപ്ലോയ്മെന്റ് പർപ്പസിനാണ്. എംപ്ലോയ്മെന്റ് ആണെന്നില്ല, ഒരു എംപ്ലോയ്മെന്റ് പർപ്പസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ എക്സെപ്ഷൻ കിട്ടും. ഈ 2 സിറ്റുവേഷനിലാണ് എക്സെപ്ഷൻ കിട്ടുക. ദിസ് ഈസ് ദി ബേസിക് കണ്ടീഷൻ. ഇതാണ് ബേസിക് കണ്ടീഷൻ നോക്കേണ്ടത്. ഇനി എന്താണ് അഡീഷണൽ കണ്ടീഷൻ നോക്കാം. So this additional conditions മാൻഡേറ്ററി അല്ല. എന്ന് വെച്ചാൽ അർത്ഥം ഈ ബേസിക് കണ്ടീഷൻ തന്നെ ഫോളോ ചെയ്തില്ലെങ്കിൽ, ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ there is nothing with regard to this residential status and all. ബേസിക് കണ്ടീഷൻ നോക്കിയേ പറ്റുള്ളൂ. പക്ഷെ അഡീഷണൽ കണ്ടീഷൻ ഇസ് എ ആഡ് ഓൺ ആണ് നമ്മൾ അതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, he must be in India. ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്, പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ചുരുക്കി തരുന്നത്. ടെക്സ്റ്റിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ലെങ്തി സെന്റൻസ് ആയിരിക്കും, നമ്മൾ നോക്കണ്ട. എല്ലാത്തിലും മീനിങ് ഒന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. അവരൊരു ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പോകും. He must be in India for 2 years out of the out of the 10 years preceding the previous year. അതായത് കഴിഞ്ഞ 10 വർഷം എടുക്കുമ്പോൾ എക്സെപ്ഷൻ ഓഫ് അതെ എക്സെപ്ഷൻ ഓഫ് 60 days എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 60 days സ്റ്റേ വേണ്ട. they will be counted as, or they will be considered to stayed in India, or they are considered for 182 days. അവർക്ക് 182 days ആയിരിക്കും ആപ്ലിക്കബിൾ. ഈ കാറ്റഗറി ഈ 60 days എക്സെപ്ഷൻ കിട്ടുന്നവരൊക്കെ എന്തായിരിക്കും നമ്മൾ നോക്കുക? 60 days സ്റ്റേ ഇൻ ദ പ്രീവിയസ് ഇയർ ആയിരിക്കും നോക്കുക. 60 days stay in the previous year. $60 days exception കിട്ടുന്നവർക്ക് എല്ലാവർക്കും ഈ 182 days ആയിരിക്കും ആപ്ലിക്കബിൾ. ഇപ്പൊ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ ക്ലിയർ ആയി പറഞ്ഞു. അപ്പോ 2 years നമ്മൾ പ്രീവിയസ് ഇയറിന് മുന്നേയുള്ള 10 വർഷം എടുത്താൽ അതിൽ ഏതെങ്കിലും 2 വർഷം ഉണ്ടായിരിക്കണം. 2 years എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ 1920 അല്ലേ,
നമ്മൾ 4 വർഷം ഇവിടെ എഴുതിയില്ലേ, അതുപോലെ 10 വർഷം എഴുതുമ്പോൾ അതിൽ 2 വർഷം ഉണ്ട്. അതിലിപ്പോ 4 ഇയേഴ്സ് ഉണ്ട്, അതുപോലെ 10 ഇയേഴ്സ് എടുത്താൽ ഇങ്ങനെ ഗോ ഓൺ എഴുതിക്കൊണ്ടേ ഇരിക്കാൻ നമുക്ക് 10 വർഷം. ഇങ്ങനെ നമ്മൾ എഴുതി പോയി 10 വർഷം എടുക്കുമ്പോൾ ഇതില് 2 ഇയേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വാട്ട് ഡസ് ദിസ് 2 ഇയർ മീൻ? ഇവിടുത്തെ 2 ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം അയാള് 182 ഡേയ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ യു ആർ കൺസിഡറിങ് ദി ഇയർ 1718 ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അയാൾ ആ വർഷം ഇന്ത്യയിൽ ഉണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴാ? ഈ ഇയർ എന്ന് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. ഇഫ് എ പേഴ്സൺ stayed, or if a person stays 182 days minimum ആട്ടോ, 182 days in a year, he is considered to be stayed in India. കാരണം ഈ 182 ഡേയ്സ് എന്ന് പറയുമ്പോഴേടാ നിങ്ങൾ എല്ലാവരും അതിനെ മന്ത്സ് ആക്കി നോക്കുമ്പോൾ നിയർലി എത്ര വരും? 6 മാസത്തിൽ കൂടുതൽ വരും. അതാണ് അതിന്റെ മീനിങ്. ഒരാൾ അറ്റ്ലീസ്റ്റ് മിനിമം ഓഫ് 6 months എങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ 1 ഇയർ എന്നുകൊണ്ട് ഉദ്ദേശിച്ച ആളാണ്. എല്ലാവർക്കും ഈ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ 365 എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം ഇപ്പൊ നോർമൽ പ്രാക്ടീസ് അങ്ങനെയാണല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ പറയുന്നത്, അതായത് ഇങ്ങനെ 10 വർഷം എഴുതുന്നത്. ഇനി ഇപ്പൊ അത്രയൊന്നും എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ. അങ്ങനെ നമ്മൾ 10 ഇയേഴ്സ് നോക്കുമ്പോൾ ഉണ്ടായിരിക്കും മിനിമം ഓഫ് 2 ഇയർ എന്നാണ്. The next condition പറയുന്നത് he must be in India for 730 days. days. Mm. 30 days during the 7 preceding previous year. അതായത് 7 വർഷം നോക്കിയാലും മുന്നോട്ടുള്ള during the 7 preceding previous year എത്ര ദിവസം ഉണ്ടായിരിക്കണം? ഓൾ ടുഗെദർ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 730 days. അതായത് ഈ അഡീഷണൽ കണ്ടീഷനിൽ
ഫസ്റ്റ് കണ്ടീഷൻ ഇയറിലുമാണ് പറഞ്ഞിരിക്കുന്നത്, ഇയറിലാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ഡേയ്സിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും രണ്ടാണ്. ഈ കണ്ടീഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ കണ്ടീഷന്റെ ബേസിസിൽ ഒരാള് റെസിഡന്റ് ആണോ അല്ലയോ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്നാണ് നമുക്ക് പറയുന്നത്. If a person satisfies any one of the basic condition, and both the additional condition, അതാണ് ഞാൻ പറഞ്ഞ ബേസിക് കണ്ടീഷൻ എപ്പോഴും ഏത് കേസില് അഡീഷണൽ കണ്ടീഷനിൽ ഫസ്റ്റ് പോയിന്റ് ഒരു വർഷമായിട്ട് കൺസിഡർ ചെയ്യുന്നത് 182 ഡേയ്സ് ഉണ്ടെങ്കിൽ 1 ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ 365 ഡേയ്സ് വേണമെന്നല്ല അവിടെ പറയുന്നത്. ഇൻകം ടാക്സിൽ ഒരു ഇയറിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ മിനിമം എപ്പോഴും 182 ആണ്. ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഒരു 60 ഡേയ്സിന്റെ കാര്യം പറയുന്നുള്ളൂ. അതാ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ. അപ്പൊ ഒരാള് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ടൈപ്പ് തന്നെ ചെയ്യും, എഴുതാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ലടാ 364 എന്ന് പറയുന്നത്. ഇപ്പൊ ചോദിച്ച ഡൗട്ട് പ്രകാരം ഒരു വർഷം 182 ഡേയ്സ് ഉണ്ടായിരുന്നു, അടുത്ത വർഷം 182 ഉണ്ട് എങ്കിൽ അയാൾ 2 വർഷം ഉണ്ടായിരുന്നു. അതായത് ഒരു ഇയർ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ എത്ര ദിവസം ഉണ്ടായിരിക്കണം? 182 വേണമെന്നാണ്. അതായത് ഒരു വർഷം ഒരാൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ 182 വേണമെന്നാണ് ക്ലോസ്. അല്ലാതെ 2 years എന്ന് വെച്ചാൽ 364 എന്നല്ല മീൻ. ക്ലിയർ? ഇപ്പൊ യു ആർ കൺസിഡറിങ് എ ഇയർ 2016-17 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയർ എടുത്തു എന്ന് വിചാരിക്കും. ആ പർട്ടിക്കുലർ പ്രീവിയസ് ഇയർ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അയാൾ മിനിമം 182 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മീനിങ്. അപ്പൊ 10 വർഷം എടുത്തു നോക്കുമ്പോൾ അതിൽ 2 വർഷം ഉണ്ടായിരുന്നതാണ്. ഇനി പിന്നെ എന്നോട് ചോദിച്ചൊരു ഡൗട്ട്, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ടോട്ടൽ ഡേയ്സ് ആണ് 730 ഇൻ ടോട്ടൽ. That is, he must be in India for 713 days during the 7 preceding previous year. So share ചെയ്യണ ക്വസ്റ്റ്യൻ സ്റ്റക്ക് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ റെസിഡന്റ് ആവണമെങ്കിൽ എ പേഴ്സൺ ഇസ് സെഡ് ടു ബി റെസിഡന്റ്, ദാറ്റ് ഇസ് ഓർഡിനറിലി റെസിഡന്റ്. He or she should follow one basic condition and both additional conditions. Not ordinarily resident.
meaning only meeting the basic condition. Fails to meet additional condition. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എനി വൺ ഇസ് ഇനഫ്. മറ്റേതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുക, അതായത് ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ സെക്കൻഡ് വൺ നോക്കേണ്ട കാര്യമേ ഇല്ല. ഒരു മീനിങ്ങും ഇല്ല അത് നോക്കുന്നതിൽ. പക്ഷേ അഡീഷണൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ ബോത്ത് രണ്ട് സാറ്റിസ്ഫൈ ആവണമെങ്കിലേ പ്രയോജനമുള്ളൂ. അതാണ് ഞാൻ ഇവിടെ ഓർ എഴുതാൻ കാരണം, ബേസിക് കണ്ടീഷൻ്റെ. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡീഷണൽ കണ്ടീഷൻ്റെ അവിടെ നടുക്കായിട്ട് ആൻഡ് എന്ന് എഴുതാം, രണ്ടും ഒരുമിച്ച്. ഇനി ബേസിക് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളാണെങ്കിൽ അയാൾ എന്തായി മാറും? നോൺ റെസിഡന്റ് ആയി മാറും. NRI എന്ന് പറയുന്ന ആൾ, നോൺ റെസിഡന്റ് ഇന്ത്യൻ. നമ്മൾ ആദ്യം എപ്പോഴും നോക്കുക ബേസിക് കണ്ടീഷൻ ആയിരിക്കും. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് നോക്കാൻ പോണ്ട? നോ നീഡ് ടു ഗോ ആഫ്റ്റർ അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ നോക്കേണ്ട കാര്യമേ ഇല്ല. No need to check additional condition. Use illa adonu. Idu vere parnayil endengilum doubt undengil I can clarify. Otherwise we can move on to the problem part. Time or constraint I am continuing with the theory portion. And then basic condition, second one. അങ്ങനെയല്ലടാ, 365 എന്ന് പറയുന്നത് നമ്മുടെ മുന്നോട്ടുള്ള 4 വർഷമാണത്. വി ആർ നോട്ട് കൺസിഡറിങ് അവർ ഇയർ. എന്നുവെച്ചാൽ ഇവിടെ നോക്കുക, വ്യത്യാസമുണ്ട് ഇത് തമ്മിൽ. നമ്മുടെ ഇയർ, അതായത് നമ്മുടെ റെലവന്റ് ഇയർ, ഇപ്പോഴത്തെ ഇയറിൽ 60 ദിവസവും അതിന് മുന്നേ ഉള്ള 4 ദിവസം 4 വർഷം എടുക്കുമ്പോൾ 365. രണ്ട് ഡിഫറെന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പ്ലസ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് ഇൻ ദാറ്റ് മാനർ. അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 60 ഡേയ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇവിടെ ഓൾ ടുഗെദർ എടുക്കുമ്പോൾ എത്ര ഡേയ്സ് ഉണ്ടായിരിക്കണം? 365 ഡേയ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് മീനിങ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടേം കണ്ടോ, ആൻഡ് ആണ്. എന്ന് വെച്ചാൽ ഈ ബേസിക് കണ്ടീഷനിലെ സെക്കൻഡ് കണ്ടീഷന് 2 ഭാഗമുണ്ട്. This is the first part and this is the second part. Clear? നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു യൂസ് ഇല്ലാതാവും.
ഞാൻ ഇന്നലെ ഷെയർ ചെയ്ത PDF-നകത്ത് ഐ ഹാവ് സീൻ സം ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ ഇട്ട് പറയാം. അപ്പോൾ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് നോക്കാൻ. ഇല്ല, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഇല്ല. സോ ഇന്നൊരു ദിവസത്തേക്ക് യു ക്യാൻ റൈറ്റ് ദി ക്വസ്റ്റ്യൻ അലോങ് വിത്ത് മീ. അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടേക്കാം. The first question is, ascertain the residential status of the SSCs in the following cases. For the assessment year 2021. രണ്ട് ക്വസ്റ്റ്യൻ ആണ്, സബ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ ഇസ്, കുറച്ചു പേർക്ക് നല്ല രീതിയിൽ ഇത് കണ്ടുപിടിക്കാൻ അറിയാം, ബട്ട് യു ഹാവ് ടു കൺസിഡർ, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദർ വിൽ ബി മിക്സഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ബേസിക്സ് പഠിക്കുന്നവരെയും കൂടെ കൺസിഡർ ചെയ്താണ് പറയുന്നത്. അജയ് ഇസ് എ സിറ്റിസൺ. സിറ്റിസൺ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്. The citizenship has to do nothing with the residential status. കേട്ടോ, ഒരാളിപ്പോ ഇന്ത്യയുടെ സിറ്റിസൺ ആണെന്ന് കരുതി അയാൾ ഒരു വർഷം ഇന്ത്യയുടെ റെസിഡന്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ അയാൾ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആവണമെന്നില്ല. അങ്ങനെ ഒരു മീനിങ് ഇല്ല അതിന്. എന്ന് വെച്ചാൽ അർത്ഥം, ഒരാൾ സിറ്റിസൺ ആയാലും എന്താവാം, റെസിഡന്റ് ആവാം, നോൺ റെസിഡന്റ് ആവാം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സിറ്റിസൺഷിപ്പ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വേറെയാണ്, സിറ്റിസൺഷിപ്പ് വേറെയാണ്. ബോത്ത് ആർ ഡിഫറെന്റ്. So Ajay is a citizen of India. He left for Iran. ഇങ്ങനെയായിരിക്കും പറയാം, ആദ്യമായിട്ട് ഇന്ത്യയുടെ പുറത്ത് പോയി, അങ്ങനെയൊക്കെ ഒരു ചെറിയ കഥ പോലുള്ള രൂപത്തിലായിരിക്കും റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. He left for Iran on 19th April 2019 and could not come back or could not return to India till the end of the financial year. Very case. Second question is, Gautam left for USA on 10th March 2016 after having lived in India for 20 years. He returned to India on 10th September
2019 ആണ് രണ്ട് കേസ്. The first case what you have to understand is ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞ് ഇറാനിൽ 2019 പോയി തിരിച്ചു വന്നിട്ടില്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യു നീഡ് ടു നോ അബൌട്ട് ദ പ്രീവിയസ് ഇയർ. അയാൾ എന്നാ പോയത്? നമ്മുടെ പ്രീവിയസ് ഇയർ എന്നാ 2019-20. ഹി ഹാഡ് ലെഫ്റ്റ് ഇന്ത്യ. ആദ്യത്തെ കേസിൽ നമ്മൾ ആദ്യം പ്രീവിയസ് ഇയർ എഴുതി. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ കേസിൽ അയാൾ ഇന്ത്യ വിട്ട് ആദ്യം എപ്പോഴാണ് പോയത്? 19th ഏപ്രിലാണ് പോകുന്നത്. 19th ഏപ്രിൽ. ഓക്കെ, അപ്പോ 1920 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അയാള് ഇന്ത്യ ലെഫ്റ്റ് ആയത് 19th ഏപ്രിലാണ്. അപ്പൊ നമ്മുടെ ഈ 1920 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്നാ? 1st April 2019 1st April 2019 തൊട്ട് എന്ന് വരെ ഉണ്ടായിരുന്നു 31st March വരെയാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ. പക്ഷെ ഇതിൽ ഇയാള് ഈ പെർട്ടിക്കുലർ പേഴ്സൺ അജയ് എന്ന് പറയുന്ന ആൾ എത്ര ദിവസമാണ് ഉണ്ടായിരുന്നത്? ഉള്ളി ലെഫ്റ്റ് ഇറാൻ 19th പോയി. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ? 18 days പ്രീവിയസ് ഇയറിലുള്ളൂ. 18 days. പിന്നെ അയാൾ തിരിച്ചു വന്നിട്ടില്ല. നെവർ, ഹി കുഡ് നോട്ട് റിട്ടേൺ ടു ഇന്ത്യ ടിൽ ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. വന്നിട്ടേ ഇല്ല ഇങ്ങോട്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ എന്താ പറഞ്ഞത്? 182 days ഉണ്ടായിരിക്കും. ആകെ ഇവിടെ ഇയാൾ 18 ദിവസം. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? സെക്കൻഡ് കണ്ടീഷൻ വി ഡിസ്കസ്ഡ് ദാറ്റ് കഴിഞ്ഞ 4 വർഷം എടുത്ത് നോക്കുമ്പോൾ അയാള് 365 ദിവസം ഉണ്ടായിരിക്കണം, അല്ലെ? 365 days. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നുണ്ട് അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാള് അതിന് മുന്നേ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ അയാൾ പോയ കഥയൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു വലിയ ക്ലോസ് ഉണ്ട്. ഇയാള് ഷിപ്പിലെ ക്രൂ അല്ല, എംപ്ലോയ്മെന്റിന് ആദ്യമായിട്ട് പോകുന്ന ആളല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാൾ മിനിമം എത്ര ദിവസം ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ? 60 days ഉണ്ടായിരിക്കും. ആ 60 days ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അയാൾ എന്ത് തന്നെ കൺസിഡർ ചെയ്യുന്നില്ല? ബേസിക് കണ്ടീഷൻ തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. സോ ഹൗ വിൽ യു ആൻസർ? Ajay fails to meet both the basic condition. Hence, both വേണ്ട, fails to meet the basic condition എന്ന് മതി. കാരണം ഏതെങ്കിലും ഒരെണ്ണം മീറ്റ് ചെയ്താൽ മതിയല്ലോ. നമ്മൾ രണ്ടും ചെക്ക് ചെയ്ത് നോക്കി, രണ്ടും പറ്റുന്നില്ല. Hence, he is ആരായിരിക്കും? നോൺ റെസിഡന്റ് in India. He fails to meet the basic condition. ബ്രാക്കറ്റ് വേണമെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എഴുതാം. സ്റ്റേഡ് അറ്റ്ലീസ്റ്റ് എത്ര ആയിരിക്കണം? അറ്റ്ലീസ്റ്റ് 60 days ഉണ്ടായിരിക്കണം. അതില്ല. നോട്ട് സ്റ്റേഡ് ചെയ്തില്ല. നോട്ട് സ്റ്റേഡ് അറ്റ്ലീസ്റ്റ് ഫോർ 60 days. അതുപോലെ അപ്ലൈ ആയില്ല. പക്ഷെ ഇപ്പൊ ഒരു 60 days സ്റ്റേ ചെയ്തിട്ടാണ് പോയിരുന്നെങ്കിൽ അജയ് ഉറപ്പായിട്ട് എന്താവുമായിരുന്നു? ഫസ്റ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അടുത്ത കേസ്. ഇത് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Somebody is trying to join the things.
ക്ലിയർ. അപ്പൊ ഇനി ഗൗതമിന്റെ കേസ് നോക്കാം. ഈ ഗൗതമിന്റെ കേസ് നോക്കിയാല് he is a person who left India to USA 2016 പോയി. പക്ഷെ ഇന്ത്യയിൽ തിരിച്ചു വന്നു. ഇന്ത്യയിൽ എന്നാ തിരിച്ചു വന്ന്? സെപ്റ്റംബർ 2019, അതായത് നമ്മുടെ റെലവെന്റ് പ്രീവിയസ് ഇയറിലാണ് വന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എഴുതുമ്പോഴെപ്പോഴും പ്രീവിയസ് ഇയർ ആണ് മനസ്സിലിരിക്കേണ്ടത്. പ്രീവിയസ് ഇയർ നമുക്കറിയാം. ഇതിൽ എന്നാണ് അയാൾ വന്നത്? 10th സെപ്റ്റംബർ തൊട്ട് അയാൾ ഇന്ത്യയിലുണ്ട്, റീച്ച്ഡ് ഇന്ത്യ. അപ്പൊ 10th സെപ്റ്റംബർ തൊട്ട് എന്ന് വരെയും കാണും, 31st മാർച്ച് വരെയും കാണും. അങ്ങനെ പിന്നെ പോയിട്ടില്ലല്ലോ. He is in India during this period. ഈ പീരീഡ് ഇത്രയും കാലഘട്ടം ഉണ്ടാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. സെപ്റ്റംബറിൽ 20 days, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അപ്പൊ തന്നെ ഒരു 6 months ആയില്ലേ. അപ്പൊ മോർ ദാൻ എത്ര ഡേയ്സ് അയാൾ ഇന്ത്യയിലുണ്ട്? He is in India for more than 182 days. എത്രയും ഞാൻ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, അത്രയൊന്നും ഡീറ്റെയിൽഡ് നോക്കണ്ട. മോർ ദാൻ 182 ഉണ്ട്. ജസ്റ്റ് ഞാൻ അത് നോക്കിയതേ ഉള്ളൂ. ഇനി നമുക്ക് ബേസിക് കണ്ടീഷൻ നോക്കാം. ബേസിക് കണ്ടീഷനകത്ത് ആദ്യം എന്താ പറഞ്ഞേ? ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 182 days ഇൻ ദ പ്രീവിയസ് ഇയർ. അയാൾ മീറ്റ് ചെയ്തില്ല ആ കണ്ടീഷൻ. കാരണം യു കൗണ്ട് ആഫ്റ്റർ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 6 months അപ്പോഴും തന്നെയാണ്. അത് കൂടാതെ ഒരു 20 days ഉണ്ട്. അപ്പൊ 200 and something days ഗൗതം ഈസ് ഇൻ ഇന്ത്യ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. Need not worry about the second basic condition. You go after the additional condition. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയാം. He lived for 20 years in India. 20 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ടാണ് അയാള് ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ when you consider 2 out of the 10 years, മുന്നോട്ടുള്ള 10 വർഷം എടുക്കുമ്പോൾ അയാൾ എന്തായാലും ഇന്ത്യയിൽ 2 വർഷം കാണില്ലേ. കാരണം അയാൾ 20 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ട് 2016 പുറത്തോട്ട് പോയത്. മീൻസ് ഹി വെന്റ് അബ്രോഡ്. അപ്പോ ഹി ഈസ് ഷുവർലി ഇൻ ഇന്ത്യ ഔട്ട് ഓഫ് ദി എനി 2 years preceding the previous year. അപ്പോ 20 years ഇന്ത്യയിൽ കണ്ടിന്യൂ ചെയ്ത ആൾ ഉറപ്പായിട്ടും എന്തും സാറ്റിസ്ഫൈ ചെയ്യും. 730 days, മോർ ദാൻ 730 days അയാൾ ഇന്ത്യയിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ Gautam satisfies by the first basic condition and both the additional condition. ഇതിനെല്ലാം റീസൺ എന്താ എഴുതണം? ഈ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ളതിന് ബിക്കോസ് ഹി ലെഫ്റ്റ് ഇന്ത്യ ആഫ്റ്റർ സ്റ്റേയിങ് 20 years. ഇന്ത്യയിൽ 20 വർഷം താമസിച്ചിട്ട് പോയതുകൊണ്ടാണ് നമ്മൾ അയാള് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് കൺസിഡർ ചെയ്യും. Since he stayed in India for more than 20 years before 2016. അതിന് 20 വർഷം, ആ വർഷത്തിന് മുന്നേ ഉള്ള 20 വർഷം ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ എന്ത് കണ്ടീഷൻസ്, അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ആണ്. അഡീഷണൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യം പറഞ്ഞത് ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ ഔട്ട് ഓഫ് ദ 2 years ഔട്ട് ഓഫ് ദ 10 years 10 yearsൽ 2 years ഉണ്ടായിരിക്കണം. അതെന്തായാലും ഉണ്ട്. അല്ലാതെ എല്ലാ ഇയറും ഇരുന്ന് എഴുതി ഒന്നും നോക്കണ്ട. പിന്നെ 730 days ഉണ്ടായിരിക്കും. അതിന് മുന്നേ 20 വർഷം താമസിച്ചിട്ട് പോയ ആളാണ്. ഒരു വർഷം നിൽക്കുമ്പോൾ തന്നെ 365 ഉണ്ട്. 2 വർഷം ആകുമ്പോൾ തന്നെ എത്രയായി?
730 days ആയില്ലേ? മൊത്തം 20 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി he or she will attain that or satisfy that condition. ക്ലിയർ? അപ്പൊ ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കയ്യിൽ. ഞാൻ അതിന് നിങ്ങളുടെ കയ്യിൽ ബുക്സ് ഒന്നും ഇല്ലാത്തവരായതുകൊണ്ടും ഞാൻ അയച്ച മെറ്റീരിയലിനകത്തില്ല. ട്രിവാൻഡ്രം ഒഴികെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം വാങ്ങാൻ. കണ്ടെയ്ൻമെന്റ് അല്ലാത്തവര് ആമസോൺ ഇസ് ഡെലിവറിങ് ദി പ്രോഡക്റ്റ്. പക്ഷെ ഇങ്ങോട്ടുള്ളവർക്കൊന്നും എനിക്കൊന്നും വാങ്ങാൻ പറ്റുന്നില്ല ബുക്ക്. നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഇന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം. അപ്പൊ അടുത്ത ദിവസം ഉദ്ദേശിക്കുന്ന റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്, ഫേം, കമ്പനി. അതും കൂടെ പറഞ്ഞ് അതിന്റെ തിയറി പറഞ്ഞിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ബാക്കി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഒരു ക്ലാസ്സോട് കൂടെ മോസ്റ്റ്ലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഐ വിൽ സ്റ്റോപ്പ്. ഇഫ് യു ആർ ക്ലിയർ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ വിൽ ഗോ ഓൺ. എനിക്ക് പ്രശ്നമില്ല. അതർവൈസ് വി വിൽ സ്റ്റോപ്പ്. എടാ അവിടെ ഡേയ്സ് അല്ലടാ, അവിടെ വർഷമാണ് ഇമ്പോർട്ടന്റ്. അവിടെ ഡേയ്സ് കൺസിഡർ ചെയ്യരുത്. 2 out of the 10 year എന്ന് പറഞ്ഞാൽ ഒരു വർഷം അയാൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 182 എന്നാണ് അർത്ഥം. അപ്പോ 10 വർഷത്തില് 2 വർഷം എന്ന് പറഞ്ഞാൽ 364 ഒന്നും മനസ്സിലാക്കരുത്. അവരുടെ ഡേയ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വേർഡ് ഡോക്യുമെന്റ് ഞാൻ ഷെയർ ചെയ്തേക്കാം. കാരണം ഇന്നലെ അയച്ച നോട്ട്സ് ആണെങ്കിൽ പോലും ഇത്തിരി അവർ ലെങ്തി സെന്റൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ലോജിക്ക് കാര്യം മനസ്സിലാവാൻ സെന്റൻസ് ഇസ് നോട്ട് എ തിങ് കേട്ടോ. ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല. ഏത് ലാംഗ്വേജ് ആണെങ്കിലും യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെൽ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഐ ഹാവ് അനദർ ക്ലാസ് നൗ.